PSC പരീക്ഷയിൽ പ്രതീക്ഷിക്കാവുന്ന പുതിയൊരു ടോപ്പിക്കിനെ പറ്റി നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഓപ്പറേഷൻ തൂഫാൻ. നമ്മളെല്ലാവരും ഇപ്പോൾ സുപരിചിതമായ ഒരു വാക്കാണ് ഓപ്പറേഷൻ തൂഫാൻ. ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കിയാലോ. ഓപ്പറേഷൻ തൂഫാൻ എന്ന പദ്ധതി പ്രഖ്യാപിച്ചത് കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായ രമേശ് ചെന്നിത്തലയാണ്. ഇത് പ്രഖ്യാപിച്ച തീയതി 2026 മെയ് 23. ആരംഭിച്ചത് 2026 ജൂൺ 1. കേരള സർക്കാരും കേരള പോലീസും ചേർന്ന് സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെ ആരംഭിച്ച വിപുലമായ പ്രത്യേക ദൗത്യമാണ് ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട്. ഇതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് മയക്കുമരുന്ന് മാഫിയകളെ തകർക്കുക, വിദ്യാർത്ഥികളെയും യുവാക്കളെയും ലക്ഷ്യമിടുന്ന സംഘങ്ങളെ കണ്ടെത്തുക, ലഹരി വിതരണ ശൃംഖല ഇല്ലാതാക്കുക, സംസ്ഥാനാന്തര മയക്കുമരുന്ന് കടത്ത് തടയുക, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സമീപമുള്ള ലഹരി വ്യാപാരം നിയന്ത്രിക്കുക. ഓപ്പറേഷൻ തൂഫാൻ്റെ 4 ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. തൂഫാൻ സ്ട്രൈക്ക്, അതായത് രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ റെയ്ഡുകളും പരിശോധനകളും. തൂഫാൻ കെയർ, ലഹരി ആശ്രിതർക്കുള്ള ചികിത്സയും പുനരധിവാസവും. തൂഫാൻ വിജിൽ, സ്കൂളുകൾ, കോളേജുകൾ, പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങളിലെ നിരീക്ഷണം. തൂഫാൻ നെറ്റ്വർക്ക്, വിവിധ ഏജൻസികളുടെ ഏകോപനം വഴി വിതരണ ശൃംഖലയെ കണ്ടെത്തൽ. നമുക്ക് പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒന്നുകൂടെ നോക്കിയാലോ. ഓപ്പറേഷൻ തൂഫാൻ പ്രഖ്യാപിച്ചത് കേരള ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പ്രഖ്യാപിച്ച തീയതി 2026 മെയ് 23. ആരംഭിച്ചത് 2026 ജൂൺ 1.